ഹലോ. ഇന്നേ ഒരു തനി പഴയകാല നാടൻ അടുക്കളയിൽ ഒരു പാചകമാവാം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്നറിയില്ല കേട്ടോ. വലിയ വെളിച്ചമൊന്നും ഉണ്ടാവില്ല. എന്നു വെച്ചാൽ ഇത് കുറേ പഴയ ഒരു അടുക്കളയാണ്. അടുപ്പിൽ തീ കത്തിച്ച് ഉണ്ടാക്കുന്നു. ഇത് ഞാൻ തേങ്ങ വറക്കുവാണേ. എന്ത് കറി വെക്കാനാണെന്നറിയോ? ഒരു ഉരുളക്കിഴങ്ങ് കറി. ഇതാ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്തിരിപ്പുണ്ട്. ഈ തേങ്ങ വറുത്തത് നമുക്ക് അരച്ചെടുക്കണം. ഈ തേങ്ങക്കകത്ത് തേങ്ങ ചിരകി അതിനകത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടു, ലേശം പെരുംജീരകം ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, പിന്നെന്താ ഒരു ഉള്ളി അരിഞ്ഞിട്ടു. പിന്നെ തേങ്ങ മൂത്ത് വന്നപ്പോൾ അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് ചേർത്ത് മൂത്ത് വെക്കാം. മൂത്ത് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, വെളിച്ചം കുറവാണ് കേട്ടോ. എന്താ കഞ്ഞി വെന്ത് തടയിട്ടേക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോയെന്നാവോ? ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടോ കേട്ടോ. നമുക്കിത് അരച്ചെടുക്കാം. എന്താ ഞാൻ തേങ്ങ അരച്ച് വെച്ചേ കണ്ടോ. തേങ്ങയും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 ചെറിയ ഉള്ളി, ഇതൊക്കെ അരിഞ്ഞിട്ട് ഇഞ്ചിയും ചെറിയുള്ളിയും തേങ്ങയ്ക്കകത്ത് അരിഞ്ഞിടും. കുറച്ച് കറിവേപ്പില ഇടും. എന്നിട്ട് മൂപ്പിക്കും. മൂത്ത് വരുമ്പോൾ 1 സ്പൂൺ മുളക് പൊടി ചേർത്തു, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഗരം മസാല എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് പൊടിയല്ല കേട്ടോ, കുറച്ച് ലേശം ഒരു നുള്ളി പെരുംജീരകമൊക്കെ ചേർത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ച് വന്നു കഴിഞ്ഞിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു ഉരുളക്കിഴങ്ങും പിന്നെന്താ ഒരു സബോളി ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുക കേട്ടോ. ശരിക്കും വെളിച്ചമൊന്നുമില്ല, അതൊരു പഴയ കാല അടുക്കളയാണ്. ഇത് കണ്ടോ, ഇത് അടുപ്പ് ഉണ്ടോ, തീ ഇങ്ങനെ ഊതും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഈ ചട്ടി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടുപ്പ് വെക്കുന്ന പാത്രത്തിൻ്റെ മേൽഭാഗത്തേക്കൊന്ന് കരി പറ്റായിരിക്കും. കരി പറ്റി നാശമാവാതിരിക്കാനാണ്. തേച്ച് കഴുകാൻ ബുദ്ധിമുട്ടാവില്ലേ ഒരുപാട് കരിയായാലും, അതിനാണ്. ഉണ്ടോ ചോറ് തടയിട്ടേക്കുന്നുണ്ടോ? ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ കണ്ടിട്ടുള്ളവർ ഉണ്ടാവും. എന്നാലും കൂടുതൽ ആൾക്കാരും ഇപ്പം ഇങ്ങനെയുള്ള അടുക്കളയൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നത്. നമുക്കിനി ഈ കറിക്ക് അരപ്പ് ചേർക്കാം. തീ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ ആ തേങ്ങ വറുത്ത ചട്ടിയാണ്, അത് കരിഞ്ഞു. എൻ്റെ ശ്രദ്ധക്കുറവാണ് എനിക്ക് അത്ര. കടുക് പൊട്ടുന്നു. കടുക് പൊട്ടി നമുക്ക് 2 ഉള്ളി അരിഞ്ഞത് ഇട്ട് ഇതിനകത്ത് കറിവേപ്പില ഇടാൻ വെച്ചാൽ ഞാൻ എടുത്തുകൊണ്ട് വന്ന കറിവേപ്പില തീർന്നു പോയി. എനിക്ക് എടുക്കാനൊന്നും പോകാൻ വയ്യ, മടിയാണ്. അപ്പോൾ ഇത്രയും ഉള്ളി അരിഞ്ഞ് കടുക് പൊട്ടി ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ചു. 2 വത്തലമുളകും കൂടെ, വത്തലമുളകെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലല്ലേ, ചുവന്ന മുളക് മുറിച്ചിടേണ്ടതാണ്. പക്ഷേ ഇവിടെ മുളക് കാണുന്നില്ല, ഇതില്ല, തീർന്നു പോയി. ഇത് മൂത്ത് കഴിയുമ്പോൾ കറിയിലേക്ക് അങ്ങ് എടുത്ത് ഒഴിക്കണം. അതോടെ എൻ്റെ പാചകം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ എന്തോ ആയി കാണിച്ചു വിടുന്നതെന്ന്. പക്ഷേ ഞാൻ ഇന്നൊരു ഉരുളക്കിഴങ്ങ് കറി വെച്ചതാണ്. എല്ലാം ഒന്നും വിശദമായിട്ട് പറഞ്ഞു തരാനൊന്നും പറ്റിയില്ല. ഒന്നാമത് എനിക്ക് ഇത് ചെയ്യുകയും ഈ ഇതിൽ പിടിക്കുകയും കൂടി ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ട്. എന്തെങ്കിലും ഒന്നേ നടക്കൂ, സഹായത്തിനാരുമില്ല. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഈ പഴയകാല അടുക്കളയിൽ ഒരു പാചകം. നിങ്ങൾക്ക് ഈ അടുപ്പും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ. കറിയൊന്നും അത്ര വലിയ ടേസ്റ്റ് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ വെച്ച കറിയല്ലേ, ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതാ കറി താളിച്ചു. ഉണ്ടോ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങും ഒരു സബോളയാണ് ഞാൻ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ഉപ്പ് ഇട്ടു കേട്ടോ. ഉപ്പിട്ടില്ലെന്ന് വിചാരിക്കല്ലേ, ഉപ്പ് ഇട്ടു.
വേവിച്ചു. എന്നിട്ട് തേങ്ങ വറുത്തരച്ചു. എന്നിട്ട് അതിൽ ചേർത്തു. ഇതാ എണ്ണ കടുക് പൊട്ടിച്ച് താളിച്ചു. ഉണ്ടോ? നല്ല കറിയാണ് കേട്ടോ. ഞാൻ വെച്ചതുകൊണ്ട് പറയുന്നതല്ല, ടേസ്റ്റുള്ള കറിയായിരിക്കും. നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. മനസ്സിലായോ എന്നൊന്നും എനിക്കറിയില്ല. മനസ്സിലായ രീതിയിലൊന്ന് വെച്ച് നോക്കൂ കേട്ടോ.